ഇത് അഗ്നി 6 എന്നൊന്നും ഞാനിപ്പോൾ പേര് പറയുന്നില്ല, കാരണം സർക്കാരാണ് പേരിടേണ്ടത്. പക്ഷെ അഗ്നി 5 അല്ല എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ വാക്കുകളിൽ വ്യക്തമാണ്. ഒരു അഡ്വാൻസ്ഡ് അഗ്നി നാളെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് മറ്റൊരു പേര് വരും. അപ്പം ഇപ്പം തന്നെ ഈ LRASHM എന്നാണ് ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ എന്നാണ് മിസൈലിൻ്റെ പേര്. അത് മിസൈലിന് പേരിട്ടിട്ടില്ല, പേര് വരും വീണ്ടും. അപ്പോൾ അതൊക്കെ പേരിടാത്തതിനും തന്ത്രപരമായ ചില കാരണങ്ങളുണ്ട്. കാരണം ഭാവിയിൽ ചിലപ്പം ഇതിൻ്റെ റേഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അന്നേരം ആർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകണ്ട. അങ്ങനെ തൽക്കാലം ലോകത്തെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കേണ്ട എന്നും ഉണ്ടായിരിക്കും. എന്തായാലും ഇന്ത്യ MIRV ഇതിൽ ഒരു 8-ലധികം വാർഹെഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് സൂചനകളുള്ളത്. 10ഓളം വാർഹെഡുകൾ. അതായത് MIRV ടെക്നോളജിയിൽ ഇന്ത്യ പെർഫെക്ഷനിലാണ്, ഒന്നാമത്തെ സൂചന. രണ്ടാമത്തെ സൂചന, ഇത് ഇന്ത്യ 10,000 കിലോമീറ്റർ എന്ന കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മിസൈൽ. അതായത് ചൈനയുടെ ഏത് ഭാഗത്തും ഇപ്പോൾ ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നോ ആൻഡമാനിൽ നിന്നോ ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ ചൈനയുടെ ഏത് ഭാഗത്തും, അത് ബെയ്ജിങ് ആവട്ടെ, സിൻജിയാങ് ആവട്ടെ, അതല്ലെങ്കിൽ ഷാങ്ഹായ് ആവട്ടെ, ടിബറ്റ് ആകട്ടെ, എവിടെയും അത്തരം മിസൈൽ ഇന്ത്യയുടെ കൈവശമായിരിക്കും. അതും MIRVയോടൊപ്പം തന്നെ. ഇതൊക്കെ ഒരു വലിയ സൈനിക മുന്നേറ്റമാണ്. അതായത് ഇന്ത്യ ഒന്നാം നിരയിലുള്ള ഒരു മിസൈൽ പവറായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ റഷ്യയോടും ചൈനയോടും US-നോടും ഒപ്പം തന്നെയാണ്, ഒരല്പം പോലും പിന്നിലല്ല. ഇതാണ് ഇന്നലത്തെ മിസൈൽ ടെസ്റ്റ് നൽകുന്ന സൂചന. അത് നമ്മൾ 3 ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുകയാണ്. LRASHM നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം 10,000 കിലോമീറ്റർ റേഞ്ചുള്ള ധ്വനി വരുന്നു. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസാണ് ഇത് രണ്ടും. അതുകൂടാതെ മൂന്നാമത്തേത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പണിപ്പുരയിലാണ്. അതും ഈ വർഷം തന്നെ പരീക്ഷണ പറക്കൽ നടത്തും. വരും ദിവസങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ ശക്തിയായിട്ട് ഒരുപക്ഷെ ഇന്ത്യ മാറിയാൽ പോലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം അമേരിക്ക ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ കുറച്ച് പിറകിലാണ്. റഷ്യ, ചൈന, ഇന്ത്യ ഇവർ 3 പേരുമാണ് ഒരല്പം മുന്നിൽ. 10,000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ധ്വനി ഹൈപ്പർസോണിക് മിസൈൽ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ.